നസീർ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത. സമസ്ത ഒരു മതസംഘടനയാണ്, അതൊരു പൊളിറ്റിക്കൽ സംഘടനയല്ല. രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ സമസ്തയോട് കടപ്പെട്ടിരിക്കുന്നത് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ല, റിലീജിയസ് ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതുകൊണ്ടാണ്. എന്നാൽ അതേസമയം മോദി, RSS തുടങ്ങിയ വിഷയങ്ങളിൽ സമസ്തയ്ക്ക് മറ്റ് മുസ്ലിം സംഘടനകളെ പോലെ, പൊളിറ്റിക്കൽ മുസ്ലിമിനെ പോലെ തന്നെ കടുത്ത എതിർപ്പുമുണ്ട്. ഇനി നമുക്ക് കാസയെക്കുറിച്ച് പറയാം. കാസ ക്രൈസ്തവ സമൂഹത്തിനിടയിലുള്ള ഒരു പൊളിറ്റിക്കൽ സംഘടനയാണ്. സമസ്ത പോലെ ഒരു റിലീജിയസ് സംഘടനയല്ല, ഒരു പൊളിറ്റിക്കൽ സംഘടനയാണ്. കാസയുടെ രണ്ട് പ്രത്യേകതകൾ: കാസ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം വിരോധം സൂക്ഷിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴും ഒരു പരിധിവരെ മുസ്ലിം കടന്നുകയറ്റത്തെ ആശങ്കയോടെ കാണുന്നതാണ് കാസയുടെ പ്രത്യേകത. മറുഭാഗത്ത് കാസ BJPക്കും സംഘപരിവാറിനും ഉപാധികളില്ലാതെ പിന്തുണയും കൊടുക്കുന്നു. ഈ രണ്ട് സംഘടനകളും ഏതെങ്കിലും വിഷയത്തിൽ യോജിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഈ രണ്ട് സംഘടനകളും കാതലായ അഭിപ്രായ ഭിന്നത രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും സൂക്ഷിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും യോജിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്നുമല്ല, കൊല്ലം കരുനാഗപ്പള്ളിക്കാരനായ KMMLന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പദവിയിലിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അനിൽ മുഹമ്മദിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു. അനിൽ മുഹമ്മദ് ഒരു ചെറിയ കക്ഷിയല്ല, അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം പഠിച്ചതിന് ശേഷം ഓക്സ്ഫാം അടക്കം വേൾഡ് ലേബർ ഓർഗനൈസേഷൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. സാമൂഹികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ 2005 മുതൽ കഴിഞ്ഞ 21 വർഷമായി KMMLൽ ജോലിയെടുക്കുന്നു. കമ്മ്യൂണിറ്റി ഓഫീസറായി 2005 ജോലിക്ക് കയറിയതാണ്. പിന്നീട് 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അനിൽ മുഹമ്മദിനെ കയർഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയോഗിക്കുന്നു. ആ മേഖലയിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു. കയർഫെഡ് അന്ന് വരെ നഷ്ടത്തിലാണ്. ആദ്യമായി കയർഫെഡ് ലാഭത്തിലായി. പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പേരിൽ 2 തവണ രാഷ്ട്രപതി അവാർഡ് കൊടുത്തു. അങ്ങനെ കയർഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന പേരിൽ അദ്ദേഹം പേരെടുത്തപ്പോൾ പിന്നീട് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറാക്കുന്നു. പിന്നീട് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി കേസുകൾ ഉണ്ടായപ്പോൾ അഴിമതി കേസിൽ പെടാതെ പോയ 2 ഡയറക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന രത്തൻ കേൽക്കറും ഈ അനിൽ മുഹമ്മദുമാണ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു. ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. ഡെപ്യൂട്ടേഷൻ ഒന്നും നടന്നില്ല. ഡെപ്യൂട്ടേഷൻ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന PRO പദവിയിൽ KMMLലേക്ക് തിരിച്ചു പോകുന്നു. ആ പദവിയിൽ അനിൽ മുഹമ്മദിന് അവഗണനയായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് അനിൽ മുഹമ്മദ് കാര്യമായി സാമൂഹ്യ പ്രവർത്തനം നടത്തി. കാലത്ത് നിരവധി പേർക്ക് വീട് വെച്ചു കൊടുത്തു. അതിലൊരു വീട് താൻ ജോലി ചെയ്യാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്ന് അനിൽ പറയുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ അനിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. നമുക്കറിയാം, ഏതാണ്ട് 2018-19 ആയപ്പോഴേക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു യുഗം ആരംഭിച്ചു അതിശക്തമായി. ഈ സമയത്ത് അനിലും വിവിധ വിഷയങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയമാകാം, മതമാവാം, മറ്റ് പല വിഷയങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം പലതിനെക്കുറിച്ചും അഭിപ്രായം പറയാൻ തുടങ്ങി. അതിൽ പലതും വിവാദമായി. ചില വിഷയങ്ങളിൽ ക്രൈസ്തവ നേതാക്കളെ വിമർശിച്ചതിന് അവർ സുഡാപ്പി പട്ടം കൊടുത്തപ്പോൾ ഇസ്ലാമിക പക്ഷത്തെ പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞതിന് അക്കൂട്ടർ ഇദ്ദേഹത്തിന് സംഘിപ്പട്ടവും കൊടുത്തു. അങ്ങനെ പല പട്ടങ്ങൾ മാറി മാറി അനിൽ മുഹമ്മദ് പോകുന്നതിനിടയിൽ മുനമ്പം വിഷയത്തിൽ മുനമ്പം ജനതയ്ക്കെതിരായ വഖഫിന് അനുകൂലമായ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുടെ പേരിൽ കൊല്ലം ബിഷപ്പ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നു. ആ ബിഷപ്പിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. എന്നാൽ KMML അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. 1.5 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വന്നപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ച് 7 വർഷം നിഷേധിച്ചിരുന്ന പ്രൊമോഷൻ കൊടുത്ത് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി നിയോഗിക്കുന്നു. ഇതിനിടയിൽ UDF അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ള എന്തെങ്കിലും ഒരു പൊതുമേഖലാ പദവിയിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമിച്ചേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നു. കയർഫെഡിനെ ലാഭത്തിലാക്കിയത് മാത്രമല്ല, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ അഴിമതി ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ UDF സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് പരിഗണിക്കുന്നവരിൽ ഒരാൾ അനിൽ മുഹമ്മദ് തന്നെയാണ്. ആ പദവി തട്ടിത്തെറിപ്പിക്കാൻ ഇപ്പോൾ വാശിയോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു വശത്ത് കാസയും മറുവശത്ത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവുമാണ്. കാസ ഇങ്ങനെ ബിഷപ്പിന്റെ പരാതിയെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽ മുഹമ്മദിനെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തിരിക്കുന്നു. ഒപ്പം ടൂറിസം വകുപ്പിൽ MD ആക്കാൻ നീക്കം. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അപകീർത്തികരമായ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട KMML മിനറൽ ഓപ്പറേഷൻസ് യൂണിറ്റിലെ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് മാനേജർ അനിൽ മുഹമ്മദിന് ടൂറിസം മന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിൽ ക്ലീൻ ചിറ്റ് നൽകി സർവീസിൽ തിരിച്ചെടുത്തു. UDF സർക്കാർ അധികാരത്തിൽ വന്ന 1 മാസത്തിനുള്ളിൽ ഈ നടപടി. വകുപ്പ് തല അന്വേഷണത്തിൽ ഗുരുതരമായ ചട്ടലംഘനം
നടത്തിയതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിരിച്ചുവിടാനായിരുന്നു വ്യവസായ വകുപ്പിന് ശുപാർശ ചെയ്തത്. 2024 നവംബർ 20 കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുന്നത്. കത്തോലിക്ക സഭയെയും ബിഷപ്പിനെയും മറ്റും അപകീർത്തികരമായി ചിത്രീകരിക്കുകയും വർഗീയ ലേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു പരാതി. പരാതി പരിശോധിച്ച് മുഖ്യമന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥൻ അനിൽ മുഹമ്മദ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തി. തുടർന്നാണ് വ്യവസായ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശം അനിൽ മുഹമ്മദ് ലംഘിച്ചുവെന്ന് അന്വേഷണം നടത്തിയ വ്യവസായ വകുപ്പ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി കണ്ടെത്തി. സാമൂഹിക മാധ്യമങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് കമ്പനിയുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണെന്നും ഉള്ളടക്കം പരിശോധിച്ച് മാത്രമേ അനുമതി നൽകാൻ പാടുള്ളൂ എന്നുമിരിക്കെ ഇതിന് ലംഘനമാണ് അനിൽ മുഹമ്മദ് നടത്തിയതെന്നും കമ്പനിയുടെ CDO റൂൾസിലെ ലംഘനം നടത്തിയ സാഹചര്യത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്തു. അനിൽ മുഹമ്മദ് വീഡിയോ ചെയ്യുന്നത് കമ്പനി ക്യാബിനറ്റിലാണെന്ന് ദൃശ്യം പരിശോധിച്ച് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. കമ്പനിയുടെ ലാപ്ടോപ്പ് IT വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കാൻ MDക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് MD വ്യവസായ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അനിൽ ജോലി സമയത്തും ഓഫീസിലില്ലാതിരിക്കെ ജോലി സമയത്ത് യൂണിഫോം ധരിക്കണമെന്ന നിർദ്ദേശം പാലിക്കാതിരിക്കുകയും ചെയ്തു. അനിൽ മുഹമ്മദിന് അനുമതിയില്ലാതെ വിദേശയാത്രകളും ദുരൂഹതയുണ്ടെന്ന് വ്യവസായ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കണ്ടെത്തി. അങ്ങനെ വിശദമായി അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തതിനെക്കുറിച്ച് വാർത്ത വരുന്നു. കാസയുടെ അതേ രീതിയിൽ തന്നെയാണ് സമസ്തയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സുപ്രഭാതം ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഒന്നിലധികം വാർത്തകൾ സുപ്രഭാതം അനിൽ മുഹമ്മദിനെതിരെ കൊടുത്തു. ആദ്യത്തെ വാർത്ത പിരിച്ചുവിടാനുള്ള ശുപാർശയ്ക്കിടെ അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തു എന്നായിരുന്നെങ്കിൽ, രണ്ടാമത് അനിൽ മുഹമ്മദിനെ ചട്ടം ലംഘിച്ച് AGM-ആയി സ്ഥാനക്കയറ്റം നൽകിയെന്നാണ്. പിരിച്ചുവിടാൻ വ്യവസായ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ ശുപാർശ ചെയ്ത KMML മിനറൽസ് സെപ്പറേഷൻ യൂണിയൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ അനിൽ മുഹമ്മദിനെ സസ്പെൻഷൻ ഒഴിവാക്കി സർവീസിൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത എഴുതി. വീണ്ടുമുണ്ട് പിരിച്ചുവിടാൻ ശുപാർശയ്ക്കിടെ അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തു, വിചിത്രവാദവുമായി സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അനിൽ മുഹമ്മദിനെ ടൂറിസം വകുപ്പിൽ നിയമിക്കാൻ നീക്കം എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത കൊടുത്തു. അങ്ങനെ ധാരാളം വാർത്തകൾ അനിൽ മുഹമ്മദിനെതിരെ നിരന്തരമായി സുപ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക മൗലികവാദികൾക്കെതിരെ അനിൽ മുഹമ്മദ് എടുക്കുന്ന നിലപാടാണ് സുപ്രഭാതത്തെ ഇത്രയധികം ചൊടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വാർത്തകളിൽ പറയുന്നൊന്നും വാസ്തവമല്ല. അനിൽ മുഹമ്മദ് ബിഷപ്പിനെ അപമാനിച്ചുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അനിൽ മുഹമ്മദ് ആകപ്പാടെ ചെയ്തത് മുനമ്പം വിഷയത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് കത്തോലിക്ക സഭയ്ക്കായിരിക്കുമെന്ന് പറഞ്ഞു. ഇത് RSSന്റെ പ്രഖ്യാപിത നിലപാടാണ്. ഈ നിലപാട് ആവർത്തിച്ചു എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തേയില്ല. കമ്പനിയുടെ നിയമം ലംഘിച്ച് സ്വകാര്യമായി വീഡിയോ ചെയ്തു എന്നതിന് പേരിൽ സസ്പെൻഡ് ചെയ്തു. അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. അന്വേഷണം പൂർത്തിയായി അദ്ദേഹത്തെ പിരിച്ചുവിടാനോ സസ്പെൻഷൻ തുടരാനോ സാഹചര്യമില്ല എന്ന് തിരിച്ചു കണ്ടെത്തിയിട്ടും തിരിച്ചെടുക്കാതിരുന്ന ആളെ വീണ്ടും തിരിച്ചെടുത്തു. ഇതാണ് സംഭവിച്ചത്. എന്തായാലും അനിൽ മുഹമ്മദിൻ്റെ കാര്യത്തിലെങ്കിലും സമസ്തയും കാസയും ഒരുമിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാകുന്നത് പരസ്പര സാഹോദര്യമാണ്. ഒരു വിഷയത്തിലെങ്കിലും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ ഐക്യം തുടർന്നുമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അനിൽ മുഹമ്മദ് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഉത്തരവാദിത്വത്തോടെ നയിച്ച് അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്നും ആശംസിക്കുന്നു.